ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒലയ്ക്ക് എത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 100% ചാർജൊക്കെ വെച്ചിട്ടുണ്ട്. സോറി ഗായ്സ്, 100 ഇല്ല, 95% ഉള്ളൂ. നമ്മൾ ഇൻട്രോ എടുക്കാനായിട്ട് 4 കിലോമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ 5% അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. ഈ 95%ത്തിൽ 137 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 4 മോഡുണ്ട്: എക്കോ, നോർമല്, സ്പോർട്ട്, ഹൈപ്പർ. ഓരോ മോഡിലും അതിൻ്റെതായ വേരിയേഷൻസ് ഉണ്ടാവും. എക്കോ മോഡിൽ റേഞ്ച് കൂടുതൽ കിട്ടുമെങ്കിലും 2 പേരെ വെച്ചിട്ടൊക്കെ വണ്ടി വലിക്കുന്നത് പാടായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് മുഴുവൻ നോർമൽ മോഡിലായിരിക്കും, അതും 40 കിലോമീറ്റർ സ്പീഡ് റേഞ്ചിൽ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചാർജറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചാർജ് തീർന്ന വഴിയിലായി പോയാൽ വീട്ടിൽ തിരിച്ചെത്തണമല്ലോ. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുവാണ്. 95% ചാർജ് ഉണ്ട്, 137 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നോർമൽ മോഡിലായിരിക്കും മുഴുവൻ യാത്ര ചെയ്യുക. വർക്കല കഴിഞ്ഞ് കാപ്പിൽ ബീച്ച് വരെ പോകാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കാപ്പിൽ ബീച്ച് വരെ 39 കിലോമീറ്റർ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കത് പോരാ, വൺ സൈഡ് ഒരു 50 കിലോമീറ്റർ എങ്കിലും കവർ ചെയ്യണം. അതുകൊണ്ട് മെയിൻ റോഡ് പിടിക്കാതെ കുറച്ച് കറങ്ങി പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരിച്ച് നമുക്ക് NH വഴി സ്ട്രെയിറ്റിങ് വരാം. അങ്ങനെ ഗൈസ്, NHലെത്തി നമ്മൾ. ഇനി ഇവിടെ നിന്ന് അകത്തേക്കുള്ള വഴിയാണ് നമുക്ക് കയറാൻ. മാത്രമല്ല NH മുഴുവൻ റോഡിൻ്റെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 7 മാസത്തോളമായി. 19,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഞാനിപ്പോൾ ഓടിയിട്ടുണ്ട്. വണ്ടി എടുത്ത ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അന്ന് ഇതൊരു 100 കിലോമീറ്റർ മേലിൽ ഓടിയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യും, നൈറ്റ് ആകുമ്പോൾ ചാർജ് ഇടും, വീണ്ടും രാവിലെ ഓടും, അതാണ് പതിവ്. ഗൈസ്, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ശാർക്കര അമ്പലത്തിൽ ഉത്സവം എന്തോ നടക്കുകയാണ്, അതിൻ്റെ തിരക്കുണ്ട്. തിരക്കുന്ന പയ്യെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഗൈസ്, ഇതിൽ എക്കോ മോഡിൽ അത്യാവശ്യം നല്ല റേഞ്ച് കാണിക്കും. 180 കമ്പനി പറയുന്നത്. പക്ഷേ എക്കോ മോഡിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ 40 കിലോമീറ്ററിൻ്റെ സ്പീഡിൽ ബ്ലോക്കാവും. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യാനോ പെട്ടെന്ന് അത്യാവശ്യത്തിന് ടേൺ ചെയ്യാനോ നമുക്ക് പാടായിരിക്കും. നമ്മളങ്ങനെ ബീച്ച് റോഡിലോട്ട് കയറിയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്കോ മോഡിൻ്റെ കാര്യം. ഈ എക്കോ മോഡ് 2 പേരെ വെച്ചുകൊണ്ടൊന്നും കയറ്റം കയറാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ലോങ് പോകുമ്പോൾ ബാറ്ററി ലോ ആയാൽ 15% ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്കോ മോഡിലോട്ട് പോകും. പിന്നെ ആമ എഴയും പോലെ എഴയും വേണ്ടി. ആദ്യം നമുക്കും ഇതറിയില്ലായിരുന്നു. വണ്ടി എടുത്ത സമയത്ത് പുറത്ത് പോയിട്ട് നമ്മൾ 2 പേരും കൂടി തിരിച്ച് വീട്ടിലെത്താറായപ്പോൾ ബാറ്ററി ലോ ആയി. നമ്മളവിടെ ആണെങ്കിൽ മുഴുവൻ കയറ്റവും ഇറക്കവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുമാണ്. അവസാനം വണ്ടി വലിക്കാതെ 2 പേര് ഇറങ്ങി ആക്സിലേറ്റർ കൊടുത്ത് ഉരുട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മളൊരു 25 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ചാർജ് ഇപ്പം 81% ആയിട്ടുണ്ട്. ഇനിയും 118 കിലോമീറ്റർ ഓടുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ ഗൈസ്, ഇനി ഇതിലുള്ള മോഡ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നോർമൽ മോഡ്, പിന്നെ സ്പോർട്സും ഹൈപ്പർ. സ്പോർട്ടിലും ഹൈപ്പറിലും അത്യാവശ്യം നല്ല പവർ ആയിരിക്കും ഉണ്ട്. അതേപോലെ റേഞ്ചും കുറയും ആ 2 മോഡിൽ. ഹൈപ്പറിലിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ ഓടിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന ആളും വണ്ടർലയിൽ റൈഡ് കയറിയ പോലെ ബാക്കിലോട്ട് ഇരിക്കും. പെട്ടെന്നാണ് പവർ കയറുന്നത്. ഉള്ളത് പറയുവാണെങ്കിൽ ഈ 2 മോഡും എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ മോഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇതിൽ. നമ്മളിപ്പോൾ വർക്കിൽ കഴിഞ്ഞിരിക്കുവാണ്. കാപ്പിലെത്താറായപ്പോൾ അങ്ങനെ നമ്മൾ 50 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 63% ചാർജിൽ 93 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ പകുതി ചാർജ് തീരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പം പ്രതീക്ഷിച്ച കാട്ടി കൂടുതൽ ബാക്കിയുണ്ട്. വന്ന സ്ഥിതിക്ക് ബീച്ചിലിറങ്ങാമെന്ന് വെച്ച് ബീച്ചിലിറങ്ങി. കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ തിരിച്ചു. ബീച്ചിലെ വീഡിയോ ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചപ്പോഴേ ദാണ്ടെ പ്രതീക്ഷിക്കാത്ത നല്ലൊരു മഴക്കോൾ. കോള് മാത്രമല്ല, മഴയും നല്ലപോലെ പെയ്തു തുടങ്ങി. പിന്നെ മഴ കുറയും വരെ കാത്തിരുന്നു. മഴ പോയ ഉടനെ വീണ്ടും തിരിച്ചുള്ള യാത്ര തുടങ്ങി. ഇവിടുന്ന് നേരെ കല്ലമ്പലം ജംഗ്ഷനിൽ വന്ന് NH റോഡിൽ കയറി. NH കയറി പിന്നെ ഇവൻ സ്മൂത്താണ് കേട്ടോ, ഒന്നും അറിയണ്ട. വേണം ക്രൂസ് കൺട്രോൾ സ്പീഡ് ലിമിറ്റ് ഇട്ട് നമുക്ക് വെറുതെ ഇരിക്കാം. അപ്പോൾ നമ്മൾ 75 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ബാലൻസ് ചാർജ് 45% ഉണ്ട്. ഇനിയും 67 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഒലയെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ്സ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒല എടുക്കും മുമ്പ് ഒരുപാട് പേരോട് തിരക്കിയായിരുന്നു. പകുതിയിൽ കൂടുതൽ പേര് നെഗറ്റീവാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിത് ഇത്ര നാളായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കലും കേട്ടോ. പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പലരും പേടിക്കുന്ന കാര്യം ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമെന്ന് പേടിച്ചിട്ടാവും. പക്ഷേ ഓല കസ്റ്റമേഴ്സിന് 8 ഇയർ അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വാറണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്താറായി കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മൾ തുടങ്ങിയ അടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 6 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് രാവിലെ നമ്മൾ തിരിച്ചത് 12 മണിക്കാണ്. അപ്പോൾ ഇനി ഇതിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നും ബാക്കി കാര്യങ്ങളും നമുക്കിതിൽ തന്നെ നോക്കാം. ഇനി ഒരു 46 കിലോമീറ്റർ കൂടി ഓടുമെന്ന് കാണിച്ചിട്ടുണ്ട്. അത്ര ഓടിയില്ലെങ്കിലും ഒരു 20 കിലോമീറ്റർ എന്തായാലും ഓടും. നമ്മൾ ടോട്ടൽ 93.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഇതിലിപ്പോൾ ബാക്കി 30% ചാർജാണ് കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇതേ നോക്കിയേ, നമ്മൾ നോർമൽ മോഡ് മാത്രം ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. ഹൈപ്പറോ സ്പോർട്സോ യൂസ് ചെയ്തിരുന്നുവെങ്കിൽ തിരിച്ചെത്തുമ്പോൾ ഒരു 10% ആയേനെ. നമ്മൾ ടോപ്പ് സ്പീഡിൽ 48 കിലോമീറ്റർ കയറിയുള്ളൂ, അതും എപ്പോഴോ ഓവർടേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഗൈസ്, ബാലൻസ് ചാർജ് അതിൽ കിടപ്പുണ്ട്.
മുഴുവൻ ചാർജും തീർക്കണമെന്നുണ്ടായിരുന്നു. മഴക്കോള് കാരണവും അതുപോലെ തന്നെ സമയം ഈട്ടുന്നത് കാരണം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.